ഡോക്ടർ CJ റോയ് അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തിക്കൊണ്ട് വന്നത് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെയാണ്. 2006 അദ്ദേഹം കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ദക്ഷിണേന്ത്യയിലെയും ദുബായിലെയും മുൻനിര റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായി കോൺഫിഡന്റ് ഗ്രൂപ്പ് വളരുകയായിരുന്നു. അപ്പാർട്ട്മെന്റുകൾ, വില്ലകൾ, വാണിജ്യ സമുച്ചയങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഹോട്ടലുകൾ, റിസോർട്ടുകൾ, സ്കൂളുകൾ, സിനിമാ നിർമ്മാണം എന്നീ മേഖലകളിലെല്ലാം അദ്ദേഹം നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം സിനിമകൾ നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ ചില സിനിമകളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദി എന്ന സിനിമയിൽ അദ്ദേഹം CJ റോയ് ആയി തന്നെ അഭിനയിച്ചിട്ടുമുണ്ട്. മലയാള സിനിമാ രംഗത്തെ പ്രമുഖരുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധവുമുണ്ട്. അങ്ങനെ ഒരാളായിരുന്നു അദ്ദേഹം. മികച്ച സംരംഭകനുള്ള നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് CJ റോയ്. അതിനിടെയാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. ഡോക്ടർ സിറിയക് ജോസഫ് റോയ് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. പ്രമുഖ ഗ്രൂപ്പായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപക ചെയർമാനാണ് അദ്ദേഹം. കേരളം, കർണാടക, ദുബായ് എന്നിവിടങ്ങളിൽ റിയൽ എസ്റ്റേറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് വളരെ സജീവവുമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും IT-യുടെയും റെയ്ഡ് നടന്നിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വരാനുണ്ട്. അതിനിടെയാണ് അദ്ദേഹം ജീവനൊടുക്കി എന്നുള്ള സങ്കടകരമായ വാർത്ത ഇപ്പോൾ പുറത്തു വന്നത്. സ്വയം വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ബൽറാം നെടുങ്ങാടി കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത ഇപ്പോൾ പുറത്തു വന്നത്. CJ റോയിയുടെ മരണസമയം അദ്ദേഹത്തിന്റെ സ്റ്റാഫൊക്കെ ഈ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആത്മഹത്യാ കുറിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശമോ അദ്ദേഹത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കണ്ടെടുക്കാനായിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ? പ്രവിത, ഇന്ത്യൻ വ്യവസായ ലോകത്തെ തന്നെ ഞെട്ടിച്ച ദാരുണമായ ഒരു സംഭവമാണ് ബംഗളൂരുവിൽ ഇന്ന് വൈകിട്ട് ഉണ്ടായിരിക്കുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയിയുടെ മരണം അത് വ്യവസായ ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ വിശദീകരണമാണ് ഇനി ലഭിക്കാനുള്ളത്. ഏറ്റവും സുപ്രധാനം ഇതിൽ പോലീസിന്റെ വിശദീകരണം തന്നെയാണ്. നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസ് ബംഗളൂരുവിലെ റിച്ച്മണ്ട് സർക്കിളിലുള്ള ഈ ഓഫീസിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ പോലീസ് സംഘം എത്തി പരിശോധനകൾ നടത്തി വരികയാണ്. അതിനുശേഷം ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായ ഒരു സാഹചര്യമാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ റെയ്ഡ് നടത്തുകയായിരുന്നു എന്നാണ് ജീവനക്കാർ സ്ഥിരീകരിക്കുന്നത്. ആ സമയത്താണ് അദ്ദേഹം തൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള റിവോൾവർ ഉപയോഗിച്ച് സ്വയം വെടിവെച്ച് ഈ ശബ്ദം കേട്ട് ജീവനക്കാർ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് ഇവരാണ് അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. HSR ലേഔട്ടിലുള്ള നാരായണ ആശുപത്രിയിലേക്കാണ് അദ്ദേഹത്തെ എത്തിച്ചത്. എന്നാൽ അപ്പോഴേക്ക് തന്നെ മരണം സംഭവിച്ചിരുന്നു. തുടർന്ന് മൃതദേഹം ഇപ്പോഴും ഈ ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നുമാണ് ജീവനക്കാരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഈ ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ നടത്തിയ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു റെയ്ഡിനിടെ ഇത്തരത്തിൽ ഒരു കടുങ്കൈ ചെയ്തത് എന്നത് വ്യവസായ ലോകത്ത് മാത്രമല്ല മറ്റ് പൊതുജനങ്ങൾ പോലും ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം പലതവണ ഇത്തരത്തിലുള്ള തിരിച്ചടികളെയും മറികടന്ന് കൂടുതൽ ശക്തമായി ഉയർന്നു വന്ന ഒരു വ്യവസായിയാണ് CJ റോയ്. അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ ഒരു കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന ചോദ്യം ഈ ഒരു ഘട്ടത്തിലും ബാക്കിയാണ്. അതിന് കൃത്യമായ ഒരു വിശദീകരണം പോലീസിന്റെ ഈ സംഭവം എങ്ങനെയാണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഒരു വിശദീകരണം ലഭിക്കുമ്പോൾ മാത്രമായിരിക്കും ലഭിക്കുക. അദ്ദേഹത്തിന്റെ കമ്പനി കോൺഫിഡന്റ് പ്രൊജക്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആദായ നികുതി വകുപ്പുമായും ഒപ്പം തന്നെ ആദായ നികുതി അപ്പലേറ്റ് ട്രിബ്യൂണലുമായും ബന്ധപ്പെട്ടും കർണാടക ഹൈക്കോടതിയിലും ചില വ്യവഹാരങ്ങൾ നടന്നു വരുന്നുണ്ട്. അത് കുറച്ചു കാലമായുള്ള കേസുകളാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിനോ അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തെ ഇത്തരത്തിൽ ഒരു സമ്മർദ്ദത്തിനോ ഇടയാക്കിയത് എന്താണ് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം തന്റെ ഓഫീസിൽ എത്തിയത്. തുടർന്ന് അല്പസമയത്തിനകമാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നതും
യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹത്തെ ഇത്തരം ഒരു കടുങ്കയിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. അത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ, കൂടാതെ അദ്ദേഹത്തിന്റെ ജീവനക്കാർ, കൂടാതെ പോലീസ് എന്നിവരിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ലഭിക്കേണ്ടത്. ഇത് ജീവനക്കാരെയും അടക്കമുള്ളവരെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യവസായിയാണ്. വിദേശത്തും ഇന്ത്യയിലും അദ്ദേഹത്തിന് വ്യവസായങ്ങളുണ്ട്. പ്രധാനമായും റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള വ്യവസായങ്ങൾ. അദ്ദേഹത്തിന്റെ വ്യവസായ മേഖല ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചാണ്. കേരളത്തിൽ ജനിച്ച് അദ്ദേഹത്തിന്റെ വളർച്ചയും അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ്. ആ ഒരു ബംഗളൂരുവിലെ ഓഫീസ് കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്ത്യയിലും വിദേശത്തുമുള്ള വ്യവസായങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നത്. അവിടെ വെച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ ദാരുണമായ മരണവും സംഭവിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.